നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ദീപസ്തംഭവും അലങ്കാര ഗോപുരവും ചെളി തേച്ച് വികൃതമാക്കി. വിശ്രമകാലത്ത് സൗഹൃദങ്ങളുടെ പരസ്പരമുള്ള കരുതലിൽ ലോകം മുഴുവൻ യാത്ര ചെയ്ത് തൃശൂരിലെ കൂട്ടായ്മ. വോട്ടെടുപ്പിന്റെ ചൂടൊഴിഞ്ഞു. ഇനി ശ്രദ്ധ മുഴുവൻ വോട്ടെണ്ണൽ ദിനത്തിലേക്ക്. വാർത്തകൾ വിശദമായി. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കിഴക്കേനടയിലെ ദീപസ്തംഭവും ആറാട്ടുപുഴ പൂരം ചടങ്ങിനോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക അലങ്കാര ഗോപുരവും ചെളി വാരിത്തേച്ച് അലങ്കോലമാക്കി. എല്ലാ ദിവസവും വിളക്കു തെളിയിക്കുന്ന കിഴക്കേനട ആറാട്ട് കടവിനോട് ചേർന്ന് ദേവസ്വം ഭൂമിയിലുള്ള ദീപസ്തംഭത്തിന്റെ മുകളിലാണ് ചെളിവാരി നിറച്ചിരിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടക്കിൽ നമ്മുടെ കിഴക്കേ നടയിലുള്ള മറ്റ് തേവരുടെ വരവേൽക്കാനായിട്ടുണ്ടാക്കിയ നമ്മുടെ തൽക്കാലമായിട്ടുണ്ടാക്കിയ മറ്റ് കവാടത്തിൽ ശ്രീരാമൻ്റെ ആഞ്ജനേയൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. അതിൽ കുറച്ച് സമൂഹ വിരോധികളായിട്ടുള്ള ആൾക്കാരെ ചളിവാരി തേക്കുകയും ഇതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിനുള്ള പരാതി നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. തൃപ്രയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി ഇത്തവണത്തെ പൂരം പുറപ്പാട് ചടങ്ങുകളുടെ ഭാഗമായി തേവർക്ക് സ്വാഗതമേകി സ്ഥാപിച്ച അലങ്കാര ഗോപുരത്തിലെ ചിത്രങ്ങളും ചെളി വാരിത്തേച്ച് വികൃതമാക്കിയിട്ടുണ്ട്. സംഭവമറിഞ്ഞ് നിരവധി ഭക്തർ കിഴക്കേനടയിൽ തടിച്ചുകൂടി. മുൻ നാട്ടിക MLA-യും NDA സ്ഥാനാർത്ഥിയുമായ CC മുകുന്ദൻ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. ശ്രീരാമക്ഷേത്രം മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലുള്ളത്. നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വിവിധ മേഖലയുമായി ഭക്തജനങ്ങൾ ആദരിക്കുന്ന ഒരുപാട് അമ്പലങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തീരത്ത് ഇങ്ങനൊരു അപകടകരമായ സ്ഥിതിവിശേഷം ഉയർന്നപ്പോൾ തന്നെ നമുക്കൊരു അപകടകരമായ സ്ഥിതിയാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ നാളെ ഈ അമ്പലം തന്നെ ഇവിടെ നിലനിൽക്കൂ എന്നൊരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് ഇതിൻ്റെ എതിർക്കുന്ന ആൾക്കാർ ചെയ്തത്. അവരെക്കുറിച്ച് വളരെയേറെ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ അതിശക്തമായ ഈ പറയുന്ന സ്ഥാപനം നിലനിർത്തുന്നതിന് വേണ്ടി, അമ്പലം നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ട് നിലനിർത്തിയുള്ള അമ്പലമാണ്. ആരാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള സത്യസന്ധമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം അതിരൂക്ഷമായ സമരങ്ങളുമായി ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഈ അമ്പലത്തിൻ്റെ സംരക്ഷണമായി മുന്നോട്ട് പോകും. മനസ്സിനെ ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇവിടുത്തെ ചില പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഭയപ്പാടെന്താണ്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഒരു പ്രീതിയാണ് അവരുടെ മനസ്സിൽ ഉയർന്നുകൊണ്ട് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും വളരെ ജാഗ്രതയോടെ നമ്മളെല്ലാം വളരെ ഭക്തജന ജാഗ്രതയോടെ പോയില്ലെങ്കിൽ ഇവരുടെ തോന്നിവാസം നമ്മൾ എങ്ങനെയും നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ഭക്തജനങ്ങളുടെ ആവശ്യം നിറവേറ്റി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മേഖലയിൽ ഉയർന്നു വരാൻ. അതുകൊണ്ട് ഭക്തജനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ഇനിയും അപകടകരമായ സൂചനകൾ ഇനി പല മേഖലയിലും ഉയർന്നു വരാൻ സാധ്യത. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ ഭരിക്കപ്പെടുന്ന പഞ്ചായത്തിനോടും ജില്ലാ പഞ്ചായത്തിനോടും അല്ല കേരള സർക്കാരിനോടും എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇരിങ്ങാലക്കുട DYSP E സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് N ശങ്കരൻ എന്നിവരും സ്ഥലത്തെത്തി. അപ്പോൾ ഇത്രയും വലിയ, അതായത് തൃപ്രയാറിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഇത്രയും വിദ്വേഷപരമായിട്ടുള്ള ഒരു കാര്യം ഭക്തജനങ്ങളെയും അതുപോലെ തന്നെ ക്ഷേത്രോപദേശ സമിതിയെയും വളരെയധികം വേദനിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ കൂടി ചേർന്നിട്ടുണ്ട്. അവർ നാമജപം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിൽ ശക്തമായൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പുമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ കലാപങ്ങളോ ഹൈന്ദവരുടെ വളരെ പ്രധാനപ്പെട്ട ഈ ദേവഭൂമിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് തന്നെയായിരിക്കണം ഇതിൻ്റെ ലക്ഷ്യം. കാരണം ക്ഷേത്ര ആരാധകരുടെ അല്ലെങ്കിൽ സനാതന ധർമ്മചാരികളുടെ വളരെ പ്രധാനപ്പെട്ട ഈ നദിക്കരയിൽ ഇങ്ങനെ നമ്മൾ നടത്തുക ദേശദ്രോഹപരമായ രീതികളിൽ
ദേവൻ്റെ പടത്തിൻ്റെ മുൻപിൽ ദേവന്മാരുടെ പടത്തിൻ്റെ മുകളിൽ ചെളിവാരി എറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെ അവഹേളിക്കുക തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. തൃപ്പയാർ ശ്രീരാമസ്വാമി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് നാമജപ പ്രതിഷേധം നടത്തി. കിഴക്കേനട സരയൂ തീരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിശ്രമകാലത്ത് സൗഹൃദങ്ങളുടെ പരസ്പരമുള്ള കരുതലിൽ ലോകം മുഴുവൻ യാത്ര. തൃശ്ശൂരിൽ റിട്ടയർമെന്റ് ജീവിതം യാത്രയിലൂടെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. തൃശ്ശൂരിലെ യാത്രികം എന്ന കൂട്ടായ്മയാണ് വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. യാത്ര എന്നാൽ കാണാത്തിടങ്ങൾ കാണാനും സംസ്കാരങ്ങൾ പഠിക്കാനും മാത്രമല്ല, ചരിത്രപരമായ കയ്യൊപ്പുകൾ ഒപ്പിയെടുത്ത് വരും തലമുറകൾക്ക് കൂടി സാക്ഷ്യപ്പെടുത്തണമെന്ന് കൂടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഈ വർഷം കൂട്ടായ്മയിലെ അംഗങ്ങൾ പകർത്തിയ മൊബൈൽ ക്യാമറയിലെ ചിത്രങ്ങളുടെ പ്രദർശനം തൃശ്ശൂരിൽ ലളിതകലാ അക്കാദമിയിൽ 3 ദിവസം നടക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു, ഇനി വിശ്രമ ജീവിതം എന്ന് പറയുന്നവർ തീർച്ചയായും തൃശ്ശൂരിലെ യാത്രാപ്രേമികളുടെ കൂട്ടായ്മയായ യാത്രികം എന്ന സൗഹൃദത്തിലേക്ക് വരണം. ജോലിയും കുടുംബവുമായി ജീവിതത്തിൻ്റെ 3/4 ഭാഗവും കഴിഞ്ഞവർ ഇന്ന് കാടും മേടും വിവിധ സംസ്കാരങ്ങളെയും പച്ചയായ മനുഷ്യരെയും കാണാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. സർക്കാർ വകുപ്പിൽ നിന്നടക്കം വിരമിച്ച നിരവധി പേരാണ് ഇന്ന് യാത്രകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്. തൃശ്ശൂരിലെ യാത്രാ കൂട്ടായ്മ രൂപീകരിച്ച് 4 വർഷത്തിനിടെ നടത്തിയത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി 55 യാത്രകൾ. ഹായ്, ഞാൻ രാജൻ തലോർ. ഞങ്ങളിപ്പോൾ 4 വർഷമായിട്ട് നമ്മൾ നിരന്തരം യാത്ര നടത്തുകയും യാത്രാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഇതിലധികം പേരും വിരമിച്ചവരാണ്. സർവീസിൽ നിന്ന് വിവിധ ജോലികൾ ചെയ്ത് വിരമിച്ചവരാണ്. ഞാനൊരു ഹെഡ് മാഷായിരുന്നു. എന്നെപ്പോലെ തന്നെ അധ്യാപകരും ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരും അതുപോലെ തന്നെ വിവിധ തുറകളിൽ നിന്ന് വിരമിച്ചവരാണ് അധികം. ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ ഒരു ആവറേജ് പ്രായം നോക്കുകയാണെങ്കിൽ ഒരു 55 വയസ്സാണ്. കഴിഞ്ഞ വർഷം തൊട്ടാണ് യാത്രാ പ്രദർശനമായിട്ട് മൊബൈലിലെടുത്ത യാത്രാ ഇടവേളകളിൽ മൊബൈലിലെടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഒരുക്കിയത് കഴിഞ്ഞ വർഷം തൊട്ടാണ്. അപ്പോൾ ഇതിലൂടെ നടന്നുപോയി പ്രദർശനം കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു യാത്രാനുഭവമാണ്. ആ പ്രദേശത്തെക്കുറിച്ച് അറിയുകയും അവിടുത്തെ ഒരു മികച്ച ഫോട്ടോ കാണുകയും ചെയ്യുന്ന വലിയൊരു അനുഭവമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 10-15 ദിവസമെടുത്ത് വരെയുള്ള യാത്രകളാൽ പ്രകൃതിയെയും സംസ്കാരത്തെയും അടുത്തറിയാനും വിശ്രമകാലത്തെ ആനന്ദകരമാക്കാനും ഇവർ ശ്രമിക്കുന്നു. യാത്രകളിൽ കൂടുതലും സ്ത്രീകളും വിധവകളായവരും ഉണ്ട്. ഇവരൊന്നും ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് യാത്രയുടെ കൂട്ടായ്മ നൽകുന്നതിനാൽ എല്ലാവർക്കും സന്തോഷം. കൂട്ടായ്മയുടെ സുരക്ഷിതത്വമാണ് ഇവരെ യാത്രകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതോടൊപ്പം വർഷം തോറും കൂട്ടായ്മയുടെ സംഗമവും കലാപരിപാടികളും തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു വരാറുണ്ട്. 2 വർഷമായി യാത്രയിൽ ഉടനീളം അംഗങ്ങളെടുത്ത മൊബൈൽ ഫോട്ടോകളുടെ പ്രദർശനവും നടത്തിവരുന്നു. എൻ്റെ പേര് ബിന്ദു, മുഴുവൻ പേര് ബിന്ദു വാരിപ്പറമ്പിൽ. നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഈ പ്രദർശനം തന്നെ ഞങ്ങളുടെ യാത്രികരുടെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഏതൊരു ആൾക്കാർക്കും നമുക്ക് ഒരു സങ്കോചമില്ലാതെ കൂടെ എല്ലാവരും ഉണ്ട് എന്ന തോന്നലോടെ യാത്ര ചെയ്യാൻ കഴിയുന്നൊരു ടീമാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന യാത്രയിൽ തന്നെ 9 പേരോളം ഞങ്ങൾ സിംഗിൾസാണ്, വിഡോസാണ്. അവരൊക്കെ അത്രയും ആനന്ദം കണ്ടെത്തുന്നത് ഞങ്ങളെ യാത്രയിലൂടെ, കൂട്ടായ്മയിലൂടെയാണ്. അപ്പോൾ ഈ യാത്ര ഞങ്ങൾക്ക് ഓരോ യാത്രികർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സന്തോഷം വളരെ എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ ഈ പരിപാടിയിലും അവരെല്ലാവരുടെയും പങ്കാളിത്തം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്സവം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. ഇത്തവണ കേരള ലളിതകലാ അക്കാദമിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ അംഗങ്ങൾ ഈ വർഷം യാത്രയിൽ ഉടനീളം എടുത്ത 400ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. DSLR ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ എന്ന് തോന്നിപ്പിക്കാവുന്ന മികവ്, മികച്ച ഫ്രെയിം, കമ്പോസിംഗ്, വിട്ടുവീഴ്ചയില്ലാത്ത ക്ലാരിറ്റി, ഇതൊക്കെ ഇവർ എങ്ങനെ നേടിയെടുക്കുന്നു എന്നത് നേരിൽ കണ്ടാൽ എല്ലാവരും ആശ്ചര്യപ്പെടും. 168 പേരാണ് ചിത്രങ്ങൾ സമർപ്പിച്ചത്. 103 സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. 3 ദിവസമാണ് പ്രദർശനം.
തൃശൂർ ജില്ലയിലെ തീരദേശ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിലും വോട്ടെടുപ്പിൻ്റെ ചൂടൊഴിഞ്ഞു. ഇനി മെയ് 4 വോട്ടെണ്ണൽ ദിനത്തിലേക്കാണ് മണ്ഡലത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കൂട്ടിക്കിഴിച്ച് വിജയമുറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ. LDFന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മണ്ഡലത്തിലുടനീളം മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. തീരദേശ മേഖലകളിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെയും യുവാക്കളുടെയും വലിയ നിര ദൃശ്യമായിരുന്നു. പൊതുവെ സമാധാനപരമായി നടന്ന വോട്ടെടുപ്പിൽ കൂടിയ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വ്യാഖ്യാനത്തിലാണ് LDFും UDFും. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച LDF ഇത്തവണയും ആ വിജയ തുടർച്ച നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും സിറ്റിംഗ് MLAയുടെ ജനകീയ ഇടപെടലുകളും വോട്ടായി മാറിയെന്ന് ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നു. കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK വത്സരാജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ടൈസൺ മാസ്റ്റർക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ടൈസൺ മാസ്റ്റർ MLAയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ പോളിംഗിൻ്റെ ശതമാന വർധനമൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരമ്പരാഗത ഇടതു വോട്ട് ബാങ്കുകൾക്ക് പുറമെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വോട്ടുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് UDFിൻ്റെ പ്രധാന വിലയിരുത്തൽ. LDFിൻ്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്നും പുതുമുഖ വോട്ടർമാരുടെയും തീരദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇത്തവണ തങ്ങൾക്കാണെന്നും UDF വിശ്വസിക്കുന്നു. പ്രചാരണ രംഗത്തെ മികവ് പോളിംഗ് ബൂത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നു. കയ്പമംഗലം നിയോജകമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ളം. ആ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ വലിയ മാറ്റം വരുത്തും. യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ വളരെ നല്ല രീതിയിൽ UDFിനോട് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. പൊതുവെ സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു പ്രതിഫലനം കയ്പമംഗലം നിയോജകമണ്ഡലത്തിലുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ലൊരു ഭൂരിപക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. BDGSനും BJPക്കും നല്ല സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് NDA. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി മാറാനും തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് അവർ വിലയിരുത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റമുണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു NDA സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 30,040 വോട്ടുകളോളം ഞങ്ങൾ BJP നേടിയിട്ടുണ്ടായിരുന്നു തക്ഷണ തൊണ്ണികൃഷ്ണൻ നിന്ന സമയത്ത്. അപ്പം അതിൽ കൂടുതൽ നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വിജയ സാധ്യത തന്നെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. മണ്ഡലത്തിൻ്റെ നട്ടെല്ലായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വോട്ടുകൾ എങ്ങോട്ട് തിരിഞ്ഞു എന്നത് ഏറ്റവും വലിയ നിർണായക ഘടകമാണ്. ചില പഞ്ചായത്തുകളിൽ ഇന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച വലിയൊരു ശതമാനം വരുന്ന യുവ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നത് ഫലത്തെ മാറ്റിമറിച്ചേക്കാം. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ അനുകൂലമാണെങ്കിലും നിശബ്ദ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി പ്രവചിക്കാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. കണക്കുകൂട്ടലുകൾക്കും അവകാശവാദങ്ങൾക്കും ഇനി താൽക്കാലിക വിരാമം. ജനവിധി ആർക്ക് അനുകൂലമാണെന്ന് വ്യക്തമാക്കാൻ സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന മെയ് 4 വരെ കയ്പമംഗലത്തിന് കാത്തിരിക്കേണ്ടി വരും.
മണലൂർ പഞ്ചായത്തിലെ മാതൃകാ CDSന്റെ നേതൃത്വത്തിൽ വിഷുചന്ത ആരംഭിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്നാണ് വിഷുചന്ത പ്രവർത്തിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭവങ്ങളും കുടുംബശ്രീ ഒരുക്കിയിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ ജിഷ സുരേഷ്, ഉപജീവന ഉപസമിതി കൺവീനർ സഹനലത സത്യൻ, അംഗങ്ങളായ ഷേർലി റാഫി, ദ്രുമ ശിവൻ, മിനി സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളായ VV സജീന്ദ്രൻ, KV ഡേവിസ് എന്നിവരും ആവശ്യമായ പിന്തുണയുമായി രംഗത്തുണ്ട്. ഇടവേള. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മടക്കയാത്ര ചികിത്സാ സഹായ ഫണ്ട് സമാഹരണം ഉദ്ഘാടനം നടത്തി. തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ജാബിർ തൻ്റെ ഓട്ടോറിക്ഷയിലെ 6 മാസത്തെ മടക്കയാത്രയിലൂടെ കിട്ടുന്ന വരുമാനം ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മുൻ മെമ്പറും മുൻ CDS മെമ്പറും കൂടിയായ നാട്ടിക വെള്ളാഞ്ചേരി അമ്പലം റോഡിൽ താമസിക്കുന്ന അഡാട്ട് രാധാകൃഷ്ണൻ മകൾ നികിതയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് വേണ്ടി ഓട്ടം തുടങ്ങി. വാടാനപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ നടത്തിയ ചടങ്ങ് ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം ഉദ്ഘാടനം ചെയ്തു. സഹചാരി ആംബുലൻസ് പ്രവർത്തകരായ പ്രതാപൻ വാലത്ത്, സാബിർ വാടാനപ്പള്ളി, മിജു തളിക്കുളം, VS സുനിൽകുമാർ, സുവിത് പള്ളിയാന, കുഞ്ഞുമോൻ മേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ആർക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സഹോദരങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം ആ വിവരം അറിയിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാബിർ ഭായിയുടെ ഓട്ടോറിക്ഷ മടക്കയാത്രയുടെ കിട്ടുന്ന റിട്ടേൺ പൈസ അദ്ദേഹം കയ്യിൽ സ്വീകരിക്കാതെ നമ്മുടെ നാട്ടികയിലെ മുൻ മെമ്പറും 4-ാം വാർഡിലെ മെമ്പറായിരുന്ന ആ സഹോദരിയുടെ ചികിത്സാർത്ഥം അതിൻ്റെ പൈസ അദ്ദേഹം എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിട്ടേൺ യാത്രയിൽ അത് നിങ്ങളൊരു ചെറിയ പൈസ ആയിട്ട് കാണരുത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് അവനക്കൊരു അസുഖം വരുമ്പോഴാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പ്രയാസമാണ്. ആ ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ വീഡിയോ കാണുന്നവരോ ഇതിൻ്റെ ചികിത്സയുടെ നമ്മുടെ പോസ്റ്റർ കാണുന്നവരൊക്കെ ആ സഹോദരിക്ക് വേണ്ടി സഹായിക്കണം. കണ്ടശങ്കടവ് പവലിയനോട് ചേർന്നുള്ള ടോയ്ലറ്റുകളും ഓപ്പൺ ജിമ്മുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഈ ടോയ്ലറ്റും ഉൾപ്പെടെ സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചു. മണലൂർ പഞ്ചായത്തിൻ്റെ അധീനതയിൽപ്പെടുന്ന വസ്തുവകകളാണ് ഭാഗികമായി നശിപ്പിക്കപ്പെട്ടത്. പവലിയനിലും പരിസരത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പഴകിയ കെട്ടിടങ്ങളിലും നാടോടികളും മറ്റും അനധികൃതമായി താമസിക്കുന്നുണ്ട്. ഇവരെയെല്ലാം പോലീസിൻ്റെ സഹായത്തോടെ ഒഴിവാക്കി പവലിയനും അനുബന്ധ ഇടങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും സംരക്ഷിക്കാൻ നടപടികൾ എടുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് പറഞ്ഞു. ജനപ്രതിനിധികളായ PK ചന്ദ്രൻ, BV സജീന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ കണ്ടാശാങ്കടവിൽ പവലിയനോട് ചേർന്നുള്ള ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ അവിടെ പാർക്ക്, ഓപ്പൺ ജിമ്മ്, അതുപോലെ തന്നെ പവലിനിയോട് ചേർന്നിട്ടുള്ള ഷോപ്പുകൾ, അതൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ടൂറിസം കേന്ദ്രമാണ് ഈ കണ്ടാശാങ്കടവ് ബോട്ടിച്ചെട്ടി എന്ന് പറയുന്നത്. അവിടെ ഗ്രാമപഞ്ചായത്ത് പണി തീർത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ പാർക്കിൽ കുറച്ച് ഇതുണ്ട് എന്ന് വെച്ചാൽ നമുക്കവിടെ സാമഗ്രികൾ, അതായത് കുട്ടികൾക്ക് കളിക്കാനും വന്നിരിക്കാനും ഉള്ള ഒരു പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് സാമൂഹ്യ വിരുദ്ധർ അത് ഇവിടെ വന്ന് ആ ടോയ്ലറ്റിൽ മുഴുവനും അത് വൃത്തികേടാക്കുന്ന രീതിയിലും, അതുപോലെ തന്നെ ഇവിടെയുള്ള കളി ഉപകരണങ്ങൾ മുഴുവനും പൊളിഞ്ഞ രീതിയിൽ ആക്കുന്ന തരത്തിലേക്കും മാറി ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. തുടർന്നുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്യാമറ വയ്ക്കലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വൃത്തിയാക്കുന്ന തരത്തിലേക്ക് പോലും ഗ്രാമപഞ്ചായത്ത് നീങ്ങുന്ന ഒരു തീരുമാനമാണുള്ളത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ലോക്കർ സമർപ്പിച്ചു. ദേവാരമം ബോട്ടുകടവ് ഫാമിലിയാണ് സ്പോൺസർ ചെയ്തത്. ക്ഷേത്രത്തിലെ നിത്യശീവേലിക്കുള്ള വെള്ളിക്കോലവും നിത്യപൂജയ്ക്കുള്ള വെള്ളിക്കുടങ്ങളും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ലോക്കർ സമർപ്പിച്ചത്. ക്ഷേത്ര മാനേജർ ഹരിഹര ഭട്ടിന് താക്കോൽ കൈമാറി. ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, സെക്രട്ടറി സുനിൽ വെന്നിക്കൽ, വൈസ് പ്രസിഡന്റ് ശ്രീകുട്ടൻ, ദേവാരാമം കുടുംബാംഗങ്ങളായ നിമ, രഘു, സുനിത, ബിന്ദു, നിതിൻ, പാർവതി, ഋഗ്വേദ്, രാധിക എന്നിവർ സംസാരിച്ചു. ഈ കോലം
ചില സാങ്കേതിക കാരണങ്ങളാൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് അത് ശരിയാക്കി കൊണ്ടുവന്ന സമയത്ത് അത് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ ഒരു ലോക്കർ ആവശ്യമുണ്ടെന്ന് മാനേജർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉപദേശക സമിതി പ്രസിഡൻറ്റും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും വരെ കൂടിയിട്ട് നമ്മൾ സ്പോൺസറെ കണ്ടെത്തുകയും ദേവാരാമം ബോട്ടുകടവിലെ ഫാമിലി അത് തയ്യാറായി അവർ തേവർക്ക് വേണ്ടിയിട്ട് വെള്ളിക്കോലം സൂക്ഷിക്കാനും അതിന് വേണ്ട രീതിയിലുള്ളൊരു ലോക്കർ അവർ സ്പോൺസർ ചെയ്യുകയും അത് നല്ല രീതിയിലൂടെ സമർപ്പിച്ചു. നാട്ടിക ബീച്ച് ബാബു മാസ്റ്റർ റോഡിൽ നാട്ടിക പഴയ കോട്ടൺ മില്ലിന് പുറകുവശം വലിയ പറമ്പിൽ പരേതനായ വാസുദേവൻ ഭാര്യ ലീല വാസുദേവൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് വസതിയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വടൂക്കര SNDP ശ്മശാനത്തിൽ സംസ്കരിക്കും. എടമുട്ടം ഇയാനി മണ്ടാമ്പുള്ളി അരുന്ധതി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ നാട്ടിക ഇയാനി മണ്ടാമ്പുള്ളി രാഹുലൻ. മക്കൾ ജയ്സിംഗ്, അജയഘോഷ്. മരുമക്കൾ സന്ധ്യ, അമ്പിളി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ദീപസ്തംഭവും അലങ്കാര ഗോപുരവും ചിളി തേച്ച് വികൃതമാക്കി. വിശ്രമകാലത്ത് സൗഹൃദങ്ങളുടെ പരസ്പരമുള്ള കരുതലിൽ ലോകം മുഴുവൻ യാത്ര ചെയ്ത് തൃശ്ശൂരിലെ കൂട്ടായ്മ. വോട്ടെടുപ്പിന്റെ ചൂടൊഴിഞ്ഞു. ഇനി ശ്രദ്ധ മുഴുവൻ വോട്ടെണ്ണൽ ദിനത്തിലേക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.